मातरम, वंदे मातरम। वंदे मातरम के प्रति मुस्लिम लीग की विरोध की राजनीति तेज होती जा रही थी. നമസ്കാരം. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ പിറന്ന വന്ദേ മാതരം ഓരോ ഇന്ത്യക്കാരന്റെയും സിരകളിൽ ദേശസ്നേഹത്തിന്റെ തീ പടർത്തുന്ന ഒരു വികാരമാണ്. ഭാരതീയർ അഭിമാനത്തോടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ദേശഭക്തി ഗാനം നമ്മുടെയെല്ലാം ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗാനം രചിച്ച് 180 വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ ഒരു അപ്രതീക്ഷിത വാർത്തയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നത്. ഇന്ത്യൻ പാർലമെന്റ്, അതായത് ലോക്സഭയിലും രാജ്യസഭയിലുമായി 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സുപ്രധാന ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. വിഷയം വന്ദേ മാതരം. लखनऊ से 15 अक्टूबर 1937 को वंदे मातरम के विरुद्ध का नारा बुलंद किया. फिर कांग्रेस के तत्कालीन अध्यक्ष. അതിലും ശ്രദ്ധേയമായ കാര്യം, ഈ ചർച്ചയ്ക്ക് ലോക്സഭയിൽ തുടക്കം കുറിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നാണ്. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നു, എന്തുകൊണ്ടാണ് ഈ ദേശഭക്തി ഗാനത്തെക്കുറിച്ച് പാർലമെന്റിൽ ഇങ്ങനെയൊരു മാരത്തോൺ ചർച്ച? ഉത്തരമൊളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭൂതകാലത്തിലെ ഒരു നിർണായക തീരുമാനത്തിലും BJPയുടെ ഭാവി രാഷ്ട്രീയ പദ്ധതികളിലുമാണ്. നമുക്ക് അതൊക്കെയും പരിശോധിക്കാം. പ്രധാനമന്ത്രിയുടെ ഈ ആരോപണം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് കോൺഗ്രസിന്റെ മതേതര നിലപാടിന്റെ ചരിത്രപരമായ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. जवाहरलाल नेहरू को अपना सिंहासन डोलता दिखा, बजाय कि नेहरू जी मुस्लिम लीग के आधारहीन बयानों को तगड़ा जवाब देते, करारा जवाब देते, मुस्लिम लीग के बयानों की निंदा करते. ഈ വിവാദത്തിന്റെ എല്ലാം തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ആരോപണത്തിന്റെ കാതൽ ഇതാണ്. ഇന്ന് നാം കേൾക്കുന്ന വന്ദേ മാതരം അതിന്റെ പൂർണ്ണ രൂപമല്ല, വെറും 2 ഖണ്ഡികകൾ മാത്രമുള്ള ഒരു ചുരുക്കിയ രൂപമാണ് നമ്മൾ പാടി നടക്കുന്നത്. ഗാനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഉപേക്ഷിക്കുകയായിരുന്നു. ഈ തീരുമാനം കേവലം ഒരു എഡിറ്റിംഗ് ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ വിഭജനത്തിന് വിത്തുപാകിയ ഒന്നായിരുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ കടുത്ത ആരോപണം. ഈ ആരോപണത്തിന് കോൺഗ്രസ് നൽകുന്ന പ്രതിരോധവും ശ്രദ്ധേയമാണ്. ഗാനത്തിലെ 2 ഖണ്ഡികകൾ തിരഞ്ഞെടുത്തത് തങ്ങളല്ല, മറിച്ച് സാക്ഷാൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോറാണ് എന്ന് വിശദീകരണമാണ് കോൺഗ്രസ് നൽകുന്നത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയ നോബൽ സമ്മാനം ലഭിച്ച ലോകം അംഗീകരിക്കുന്ന ടാഗോറിനെയാണ് തങ്ങൾ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതൊരു തൊടുന്യായം മാത്രമാണെന്നാണ് മറുവാദം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ചരിത്രപരമായ ആ തീരുമാനത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്കാണ് ഇനി വിരൽ ചൂണ്ടപ്പെടുന്നത്. വർത്തമാനകാലത്തെ രാഷ്ട്രീയ വിവാദങ്ങളെ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ്. വന്ദേ മാതരത്തിന്റെ കാര്യത്തിലും നമുക്ക് സംഭവിച്ചത് അതുതന്നെയാണ്. ഗാനം ചുരുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് BJP ആരോപിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഗാനത്തിലെ പല ഭാഗത്തും ഒഴിവാക്കാൻ പ്രധാന കാരണം അതിലെ ചില വരികൾ മുസ്ലിങ്ങൾക്ക് അനിഷ്ടമുണ്ടാക്കുന്നതായിരുന്നു എന്ന വാദമാണ്. എല്ലാ മതവിഭാഗങ്ങളെയും പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പണ്ട് കാലത്ത് ഒരുപാട് അബദ്ധങ്ങൾ കാട്ടിയിട്ടുണ്ട്. അതിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ് വന്ദേ മാതരത്തിലെ വരികൾ വെട്ടിമാറ്റിയതെന്നാണ് പ്രധാന ആരോപണം. വന്ദേ മാതരം എന്ന ഗാനം ഉൾക്കൊള്ളുന്ന ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദപടം എന്ന കൃതിയിൽ മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അക്കാലത്ത് വിമർശനം ഉയർന്നിരുന്നു. ഇതും ഗാനത്തിനെതിരായ നീക്കത്തിന് പിന്നിൽ ഒരു കാരണമായി മാറി. ഗാനത്തിൽ ഒരുപാട് ഹൈന്ദവ പരാമർശങ്ങളും ഹൈന്ദവ ദൈവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉള്ളതുകൊണ്ട് അന്നത്തെ മുസ്ലിം ലീഗ് ഇതിനെ ശക്തമായി എതിർത്തിരുന്നു. ഈ എതിർപ്പിനെ മറികടക്കാനാണ് വിവാദപരമായേക്കാവുന്ന ഭാഗങ്ങൾ ഒഴിവാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. 1937 തന്നെ കോൺഗ്രസ് ഈ മാറ്റങ്ങൾ വരുത്തി എന്ന ആരോപണം വരാനിരിക്കുന്ന ചർച്ചയിൽ അവർക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഈ ചരിത്രപരമായ വിട്ടുവീഴ്ച കേവലം ഭൂതകാലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനുമുള്ള BJPയുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി അത് മാറിക്കഴിഞ്ഞു. ഈ പാർലമെന്റ് ചർച്ച കേവലം ഒരു ചരിത്ര വിശകലനമോ വസ്തുതാന്വേഷണമോ അല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ്. ഈ ചർച്ചയിലൂടെ BJP ലക്ഷ്യമിടുന്നത് പലതാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിന്റെ വികാരമായ ചാറ്റർജിയെ ഉയർത്തിക്കാട്ടി വൈകാരികമായ ഒരു തരംഗം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയെ കോൺഗ്രസ് അവഹേളിച്ചു എന്ന് സ്ഥാപിക്കുന്നത്
ബംഗാളിൽ BJPക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. സ്വാതന്ത്ര്യ സമരത്തിൽ RSS പങ്കെടുത്തിട്ടില്ല എന്ന് കോൺഗ്രസ് നിരന്തരം ആരോപിക്കാറുണ്ട്. ഇതിന് ശക്തമായ ഒരു മറുപടി നൽകാനാണ് BJP ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസ് തന്നെ ദേശീയ വികാരത്തിന്റെ പ്രതീകമായ ഒരു ഗാനത്തിൽ പോലും വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് തുറന്നു കാട്ടുകയാണ് ലക്ഷ്യം. ഇതിലെ മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന നെഹ്റുവിന്റെ പ്രതിച്ഛായയെ പൂർണ്ണമായും തകർക്കുക എന്നതാണ്. പല വിഷയങ്ങളിലും ജവഹർലാൽ നെഹ്റുവിന് ഇരട്ടത്താപ്പ് നയമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള BJPയുടെ ഏറ്റവും വലിയ പ്രചാരണത്തിന്റെ ഭാഗം കൂടെയാണിത്. പാർലമെന്റിൽ 20 മണിക്ക് വിഷയം ചർച്ച ചെയ്യുന്നത് വഴി ദേശീയ തലത്തിൽ നിന്ന് സജീവമായി നിർത്താനും അതുവഴി പരമാവധി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമാണ് BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ കളിക്കപ്പുറം ഈ വിവാദത്തിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചില ചരിത്ര പുരുഷന്മാരുടെ നിലപാടുകളും പ്രസക്തമാണ്. ഈ ചർച്ച കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിന് മറ്റ് ചില ചരിത്രപരമായ മാനങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നിലപാടാണ്. നേതാജിക്ക് വന്ദേ മാതരത്തോട് അഗാധമായ ഇഷ്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകർ ഇന്നും വിശ്വസിക്കുന്നത് ഒരുപക്ഷെ നേതാജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ജനഗണമനയ്ക്ക് പകരം വന്ദേ മാതരം തന്നെയാകുമായിരുന്നു ഇന്ത്യയുടെ ദേശീയഗാനം എന്നാണ്. ഇതുകൂടാതെ ഇന്ത്യയുടെ ദേശീയഗാനം യഥാർത്ഥത്തിൽ ജനഗണമനയല്ല, വന്ദേ മാതരം ആകണമായിരുന്നു എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. അവർ ഇതിന് പല കാരണങ്ങളും നിരത്തുന്നു. ഈ ചരിത്രപരമായ സംവാദങ്ങൾ കൂടി ചേരുമ്പോൾ വരാനിരിക്കുന്ന പാർലമെന്റ് ചർച്ച കൂടുതൽ ശ്രദ്ധേയവും സങ്കീർണവുമാവുമെന്ന് ഉറപ്പാണ്. ഒരു കാര്യം വ്യക്തമാണ്, പാർലമെന്റിൽ നടക്കാനിരിക്കുന്നത് കേവലം ഒരു സാധാരണ നടപടിക്രമം ആയിരിക്കില്ല. ഇരുപക്ഷത്തും കനത്ത തയ്യാറെടുപ്പുകളോടെയാണ് ഈ ചർച്ചയെ നേരിടാൻ പോകുന്നത്. തങ്ങളുടെ പഴയ തീരുമാനത്തെ കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും, BJP എന്ത് പുതിയ തെളിവുകൾ പുറത്തുവിടും എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷ ശക്തമാണ്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം വന്ദേമാതരത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഒരുപക്ഷെ ഈ ചർച്ച രാജ്യത്തെ സഹായിച്ചേക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ്? മുസ്ലിം പ്രീണനത്തിനായി കോൺഗ്രസ് ചരിത്രത്തെ വളച്ചൊടിച്ചതാണോ അതോ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നാടകം മാത്രമാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. नेहरू जी फिर लिखते हैं, मुझे लगता है कि ये जो बैकग्राउंड है इससे मुस्लिम भड़केंगे, लेकिन इतिहास इस बात का गवाह है कि कांग्रेस ने मुस्लिम लीग के सामने घुटने टेक दिए और मुस्लिम लीग के दबाव में किया और कांग्रेस